ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇതാണ് പൂവ്. എന്തുപോലെയാ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ വന്നതെന്നുണ്ടോ. ചെറുതേനും ഉണ്ട്, ഈ വലിയ തേനീച്ചയുണ്ട് കേട്ടോ, 2 തേനീച്ചയുണ്ട്. ഇനി അടുത്ത് നമ്മളുടെ പ്ലാൻ ഇതാ, ചെറുതേൻ്റെ മറ്റേ തേനീച്ചൻ്റെ കൂട് വെച്ചിട്ട് റാണി തേനീച്ചനെ എവിടെയും കൊണ്ടുവന്നിട്ട് കൂട് വെച്ചിട്ട് തേൻ ഉണ്ടാക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ തേൻ പൂപ്പൊടി ഇവിടെ തന്നെ കിട്ടും. ഇതിൻ്റെയൊക്കെ ചുറ്റും നിറയെ പൂപ്പൊടി കിട്ടും. ആ പൂമ്പൊടി നമുക്ക് ഇവിടെ തന്നെ കിട്ടും, നല്ല തേൻ കിട്ടും. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കുറേ പഴുത്തതുണ്ട്, അത് കട്ട് ചെയ്യാൻ ഞാൻ കുട്ടിയും കൂടി ടെറസിൻ്റെ മുകളിൽ കയറിയതാണ്. നമുക്കത് കട്ട് ചെയ്യാം. ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്ന് താഴേന്ന് മുകളിലേക്ക് കയറാനൊരു സ്പേസ് വേണം. കയറിയിട്ടതാ ഇതുപോലെ ഇങ്ങോട്ട് മറിയാനൊരു സ്പേസ് വേണം. ആ മറിയുന്നതിൻ്റെ മുകളിലാണ് ഇത് സാധാരണ പൂവിട്ട് കായകളുണ്ടാകുന്നത്. പക്ഷേ ഇത് നോക്കിയാൽ വേറൊരു വിധി. എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും അറിയാം. ഇതൊക്കെ 2-3 വർഷത്തോളം പഴക്കം വന്നു ഇപ്പോൾ ഈ പ്ലാന്റിനൊക്കെ. അതുകൊണ്ടായിരിക്കാം, പ്ലാന്റിൻ്റെ തണ്ട് മൂത്തത് കൊണ്ടായിരിക്കാം ഇതിൻ്റെ മുകളിൽ തന്നെ ലോട്ടസ് വിരിഞ്ഞ് നിൽക്കുന്നത് പോലെ കണ്ടോ. നല്ല ഭംഗിയിൽ സുന്ദരിയായിട്ട് ഒരു ഫ്രൂട്ടുണ്ടായി കിടക്കുന്നത് നല്ല ഭംഗിയിൽ ഒക്കെ എങ്ങനെ മൂത്തു എന്നുള്ളത് മനസ്സിലാവുന്ന കേട്ടോ. ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ ജസ്റ്റ് ഒരു അത് വെച്ചിട്ട് നമ്മൾ ഇത് ഉപയോഗിച്ച് കട്ട് ചെയ്യാനുള്ള റീസൺ എന്തായിട്ടുണ്ടോ, ഇത് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കണ്ടോ, ഇതിന് കുറച്ച് ഈ പ്ലാന്റിൻ്റെ ഭാഗം കൂടി വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാലും കുറച്ച് കൂടുതൽ സമയം നമുക്ക് നിന്ന് കിട്ടും. അതായത് ഒരു മാസത്തിൻ്റെ അടുത്ത് വരെ ഇത് കേടുവരാതെ നമുക്ക് നിന്ന് കിട്ടും കേട്ടോ. ചുണ്ടുള്ള അർപ്പക്കിളി ഇല്ലേ, അത് വന്നിട്ട് കംപ്ലീറ്റ് കൊത്തിയെടുക്കുക. ഇതും കൊത്തിയിട്ടുണ്ട്. നമുക്ക് കഴിക്കാൻ കഴിയില്ല. ഹായ്, അപ്പോൾ ഇത് മുഴുവൻ കണ്ടോ, ഇന്ന് ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ പറിച്ചിട്ട ഡ്രാഗൺ ഫ്രൂട്ടാട്ടോ. ഇത് കംപ്ലീറ്റ് ഇതിലിതാ ഞാൻ പറഞ്ഞല്ലേ, ഒന്നിനെ ഇട്ടേ കൊത്തിയിട്ടുണ്ട്, കടിച്ചിട്ടുണ്ട്. ബാക്കി മുഴുവൻ നല്ലതാണ്. ബാക്കി മുഴുവൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.